ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യവാസമായി അനുഭവിച്ചുകൊള്ളുകയെന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനമല്ലോ. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നതിനെ കേൾപ്പിൻ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിന് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് കൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു.
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടി കുറിയലായിസോടും നിർവൃതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും ഏർപ്പാടിന്റെയും ഉടയവൻ, ആത്മാക്കളുടെയും സർവ്വജലത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനുമായ വിശ്വാസംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്തവനായ ഞങ്ങളുടെ വിശ്വാസംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശീഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെ സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്നതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. ഈ സമയം കാണാനുള്ളവർക്ക് കാണാം. നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന ആവശ്യ സദാശുശ്രൂഷകർ, ദൈവയുടെ കർത്താവിദാസന്മാർ, ദൈവമക്കൾ, നമ്മുടെ മാർത്തോമ സഭയിലെ യുവാക്കൾ എല്ലാവർക്കും സ്നേഹം നമ്മൾ അറിയിക്കുന്നു. ഉലകത്തിൽ കുടുംബത്തിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സഹോദരനാണ് നമ്മുടെ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ 9 ആണ്, 2 പെണ്ണും ഇങ്ങനെ 11 മക്കളായിരുന്നു. അതിൽ നമ്മുടെ യാത്ര പറഞ്ഞ് ഏറ്റവും ഇളയ സഹോദരനും കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിട്ട് വരുവാനിടയായി. ഞങ്ങൾക്ക് പ്രിയ സഹോദരൻ്റെ വേർപാട് അതിഥിയിൽ ദുഃഖമാണ്. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതൊരു വൻ ലാഭമായി തീർത്തത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുമോൾക്ക് അതിൻ്റെ ഭർത്താവിനെ നഷ്ടമായെങ്കിൽ, അതുപോലെ ജനുവിനും ജിനോയ്ക്കും പിതാവിനെ നഷ്ടമായെങ്കിൽ സ്വർഗത്തിൽ ജോൺസണിന് മുതൽക്കാട്ടായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സംസ്കാര സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ ഇടവക വികാരി ഇവിടെ ചാർജ് എടുത്തിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. താൻ ഇവിടെ ചാർജ് ചെയ്തതിനു ശേഷം ആദ്യമായി ഒരു സംസ്കാര ശുശ്രൂഷ മണ്ഡലത്തിൽ കുടുംബത്തിലെ എൻ്റെ അനിയൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. തന്നോട് മണ്ഡലത്തിൽ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും എന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ ഇടവകയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൊച്ചമ്മ, അതുപോലെ വണ്ടിപ്പെരിയാറിൽ നിന്നും കടന്നു വന്നതും ഈ കുമളി അർത്തോമസഭയിലുള്ളതുമായ പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികളോടുമുള്ള നന്ദിയും കടപ്പാടും മണ്ഡലത്തിൽ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ പ്രിയ ജിനു പഠിക്കുന്ന സെൻറ്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് കട്ടപ്പന പ്രിയപ്പെട്ട പ്രിൻസിപ്പാള്, അവിടുത്തെ ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിനുവിൻ്റെ സഹപാഠികൾ എല്ലാവരും കടന്നു അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ ജിനു പഠിക്കുന്ന കുമളി അമരാവതി ഗവൺമെൻറ്
ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിൽ വൈകുന്നു അവരുടെ ടീച്ചേഴ്സ് ഒക്കെ കടന്നു വരുവാനിടയായി. അവരെ പ്രത്യേകത്തെ സ്തുതിക്കുന്നു. അവരെ ഇനിയും അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദി ഈ സമയത്തിൽ അറിയിക്കുന്നു. അതുപോലെ വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കുമളി വലിയ കണ്ടം ചർച്ച് സഭയുടെ പാസ്റ്റർ വിശ്വാസികൾ കഴിഞ്ഞ ദിവസം പകൽക്കാലവും രാത്രികാലവും കടന്നു വന്ന ദൈവത്തെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തോട് അഗതമായ ദുഃഖവും ജ്ഞാനച്ചതിനും രേഖപ്പെടുത്തി ആ സഭയോടും അവിടുത്തെ വിശ്വാസികളോടും ഉള്ള അഗതമായ നന്ദിയും കടപ്പാടും ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തൂക്കുപാല മഞ്ഞൻ പെന്തക്കോസ്റ്റൽ ചർച്ച് അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അർപ്പിക്കുന്നു. മഴുവന്നൂർ കോലഞ്ചേരിയിലുള്ള മഴുവന്നൂർ AG ചർച്ചിലെ പാസ്റ്ററുടെ കുടുംബത്തോടും അവിടുത്തെ വിശ്വാസികളോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 6-ാം മൈൽ ശുശ്രൂഷിക്കുന്ന IPC ചർച്ചിൻ്റെ പാസ്റ്റർ കുടുംബാംഗങ്ങൾ ആ പ്രിയപ്പെട്ടവരോട് ഉള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അർപ്പിക്കുന്നു. അതുപോലെ 8-ാം മൈൽ AG ചർച്ചിലെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനും കുടുംബാംഗങ്ങളും ആ സഭയിലെ വിശ്വാസികളും കടന്നു ഞങ്ങളോട് അനുശോചനം അറിയിക്കുകയും അതുപോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സഹോദരിയുടെ സഭയായ മഴയൂർ തിരുവഞ്ചൂർ IPC സഭയുടെ സഭാശ്വങ്ങളും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ സഭയിലെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു ഞങ്ങളെ ആശ്വസിപ്പിച്ച് ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇതിനെ ശുശ്രൂഷിച്ച എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ ഡോക്ടേഴ്സ് ആ പ്രിയപ്പെട്ടവരുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ കട്ടപ്പനയിലുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് മോർച്ചറിയിലാണ് ആ പ്രിയപ്പെട്ടവരുള്ള നന്ദി പ്രത്യേകത അറിയിക്കുന്നു. അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ സൗകര്യം ഒരുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ഉച്ചഭാഷണി അതുപോലുള്ള ക്രമീകരണമൊക്കെ ചെയ്തു തന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തത്സമയ ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെ സംവിധാനം ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ക്യാമറ സെറ്റ് ചെയ്താറുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ജലഭക്ഷണം വിതരണം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പിന്നെ സംസ്കാരം സൃഷ്ടിക്കുന്ന കൊടുത്ത എല്ലാ ദൈവദാസന്മാരോടും എല്ലാ ദൈവമക്കളോടും പ്രത്യേക ഈ വർത്തമാന സഭ ഇടവക അംഗങ്ങളോടും ഉള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തിയ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു.
അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതര മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ നരിയിലിരുന്നു കൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും പാപോജനത്തിലുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുവിനെ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് ലഭ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സഹദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് പ്രിയരേ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി വരുവാൻ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇന്നു നിങ്ങളെന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങളെന്റെ ദേഹം സംസ്കരിച്ചിടും.
അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആത്മനാഥനേശുവിൻ്റെ മധുരനാദം ശ്രവിക്കുവാൻ ആശയോടെ തിരുമുൻപിൽ അണഞ്ഞിടും ഞാൻ.